മക്കളെ സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റൻ ആയത്. A certain water supply contains 0.10 ppb parts per billion of chloroform. How many molecules of chloroform would be obtained in 0.478 ml drop of this water? അതായത് ഒരു പബ്ലിക് വാട്ടർ സപ്ലൈയിൽ 0.10 പാർട്സ് പെർ ബില്യൺ ക്ലോറോഫോം അടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നോക്കിക്കോളൂ. 0.10 എന്നാ 0.1 parts per billion chloroform in that water supply. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഒരു ബില്യൺ ഗ്രാം വാട്ടർ എടുത്തു കഴിഞ്ഞാൽ, അതായത് 10⁹ ഗ്രാം, ഒരു ബില്യൺ ഗ്രാം, ബില്യൺ എന്ന് പറഞ്ഞാൽ 10⁹. അപ്പൊ 10⁹ ഗ്രാം ആ വാട്ടർ സാമ്പിൾ നമ്മൾ എടുത്താൽ, ആ വാട്ടർ സപ്ലൈയിലുള്ള വാട്ടർ സാമ്പിൾ എടുത്താൽ, ദാറ്റ് കണ്ടെയ്ൻസ് ഓൺലി 0.1 gram ക്ലോറോഫോം. അതാണ് അതിന്റെ മീനിങ്. 0.1 പാർട്സ് പെർ ബില്യൺ ക്ലോറോഫോം ഇൻ വാട്ടർ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ്. ഇഫ് യു ടേക്ക് 1 billion gram of that water sample, that will contain say 0.1 gram of chloroform. അങ്ങനെയാണ് നമ്മളോട് ചോദിച്ചത്, ആ വാട്ടർ സാമ്പിള് 0.478 ml എടുത്താൽ അതിൽ എത്ര ക്ലോറോഫോമിന്റെ മോളിക്യൂൾ ഉണ്ടാവും. വേറൊരു കാര്യയുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ആ വാട്ടർ സാമ്പിളിന്റെ ഡെൻസിറ്റി 1 gram per ml ആണ് എന്ന് പറഞ്ഞാൽ ആ സാമ്പിൾ ഓഫ് വാട്ടർ ഓരോ ml-ഉം ഓരോ gram ആണ്. 1 ml 1 gram ആണ്, 2 ml 2 gram ആണ്, 10 ml 10 gram ആണ്. സോ 0.478 ml എന്ന് പറഞ്ഞാൽ അത് 0.478 gram ആണ്. അപ്പൊ 0.478 gram ഓഫ് ദാറ്റ് വാട്ടർ സാമ്പിൾ എടുത്താൽ അതിൽ എത്ര വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാവും, ക്ലോറോഫോം മോളിക്യൂൾ ഉണ്ടാവും എന്നാണ് അറിയേണ്ടത്. നമുക്ക് അറിയാവുന്ന കാര്യം 1 billion gram സാമ്പിളില് 0.1 gram ക്ലോറോഫോം ഉണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ, ആ 1 gram സാമ്പിൾ എടുത്താൽ, 1 gram ആ വാട്ടർ സാമ്പിൾ എടുത്താൽ അതിലുള്ള ക്ലോറോഫോമിന്റെ മാസ് എത്ര ആയിരിക്കും എന്ന് ചോദിച്ചാൽ 0.1 ഡിവൈഡഡ് ബൈ 10⁹ gram ആയിരിക്കും. 10⁹ മുകളിൽ വന്നാൽ 10⁻⁻9. ഓൾറെഡി ഒരു 0.1 അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ 10⁻⁻10 gram ക്ലോറോഫോം ആണ് 1 gram വാട്ടർ സാമ്പിൾ അടങ്ങിയിട്ടുള്ളത്. എന്നാൽ നമ്മുടെ കയ്യിൽ 1 gram അല്ല ഉള്ള 0.478 gram സാമ്പിളിലുള്ളതാ കണ്ടുപിടിക്കേണ്ട. 0.478 gram വാട്ടർ സാമ്പിൾ എടുത്താൽ, ആ പബ്ലിക് വാട്ടർ സപ്ലൈയുടെ വാട്ടർ സാമ്പിൾ എടുത്താൽ എത്ര ക്ലോറോഫോം മോളിക്യൂൾ ഉണ്ട് എന്ന് അറിയേണ്ട. അപ്പൊ എത്ര ഗ്രാം ക്ലോറോഫോം ഉണ്ടെന്ന് നോക്കാം. 1 ഗ്രാമിന്റെ അറിയാമെങ്കിൽ എത്ര ഗ്രാമിന്റെ കാണാം, ജസ്റ്റ് ആ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ 0.478 into 10⁻⁻10 gram ക്ലോറോഫോം ആണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. റെഡിയാണ്? സോ നമുക്ക് അറിയേണ്ടത് എത്ര മോളിക്യൂൾസ് ഓഫ് ക്ലോറോഫോം അതിലുണ്ട് എന്നാണ്. അപ്പൊ കിട്ടിയത് 0.478 gram വാട്ടർ സാമ്പിളിലുള്ള ക്ലോറോഫോമിന്റെ മാസ് 0.478 into 10⁻⁻10 gram ആണ്. അതിൽ എത്ര ക്ലോറോഫോമിന്റെ മോളിക്യൂൾസ് ഉണ്ട് അതെങ്ങനെ കാണാം? മാസിനെ ക്ലോറോഫോമിന്റെ നമ്പർ ഓഫ് മോൾസ് കാണാൻ നമുക്ക്. ഈ സാമ്പിളിലുള്ള ക്ലോറോഫോമിന്റെ നമ്പർ ഓഫ് മോൾസ് കാണാൻ ഗിവൺ മാസിനെ മോളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. എത്ര തന്നിരിക്കുന്ന മാസ്? 0.478 into 10⁻⁻10 ഡിവൈഡഡ് ബൈ ക്ലോറോഫോമിന്റെ മോളാർ മാസ്. 3 ക്ലോറിൻ കാർബണും ഹൈഡ്രജനും വരും. എത്ര വന്നു? 3 ക്ലോറിൻ എന്ന് പറഞ്ഞാൽ 35 into 3 എത്ര? 30 into 3 90. 105 106.5 പ്ലസ് 107.5 പ്ലസ് 12 119.5 119.5. ഇതിനെ നമുക്ക് എഴുതാം 478 into 10⁻⁻3 എന്ന് എഴുതാം. 478 119.5 കട്ട് ചെയ്താൽ 4 കിട്ടും. സോ ദ ആൻസർ ഇസ് 4 into 10⁻13 മോൾ. 4 into 10⁻13 മോൾ. അബ്സല്യൂട്ട് എണ്ണം പറഞ്ഞാൽ 4 into 10⁻13 into Avogadro number. That many molecules of chloroform are there. So the answer is option 1.